ആയിട്ടുണ്ടായിരുന്നു ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ജൂലൈയിൽ എന്തോ ആണ് ലാസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതെൻ്റെ കൂട്ടുകാരിയുടെ മാരേജ് വീഡിയോ ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒത്തിരി നാൾ ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. മാക്സിമം എല്ലാ ദിവസവും ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ടെങ്കിലും ലോങ് വീഡിയോ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. ഇന്നാണെങ്കിൽ 1-2 സ്ഥലത്ത് പോകാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ കരുതി ഇന്നത്തെ വീഡിയോ അങ്ങ് ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. രാവിലെ എന്ത് തിരക്കുണ്ടെങ്കിലും ഇവരുടെ 2 പേരുടെ അടുത്ത് പോയി ഒന്ന് ഒപ്പുവെച്ചതിന് ശേഷം മാത്രമേ ഞാൻ വേറെ എന്തെങ്കിലും കാര്യത്തിനായിട്ട് തിരിയാറുള്ളൂ. അതിനിപ്പോൾ എന്ത് തിരക്കാണെങ്കിലും ശരി. ഒരാൾ റൂബി, ഒരാൾ ജൂലി. അങ്ങനെ ഇവരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ വിളിച്ചിട്ട് റെഡിയായി നിന്നോ, ഞാനിപ്പോൾ വരുമെന്ന് പറഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഡ്രസ്സൊക്കെ മാറ്റി പോവാനുള്ള തിരക്കായി. എങ്ങോട്ടേലും പോവാൻ ഒരുങ്ങാൻ നിൽക്കുമ്പോഴായിരിക്കും വേണ്ട സാധനങ്ങൾ ഒന്നും കാണുന്നില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് നേരത്തെ ഇറങ്ങേണ്ട കാര്യമാണെങ്കിലും ആ കാണാതായത് തിരഞ്ഞ് കുറച്ച് നേരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടന്നില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. അത് ഒരിക്കലെന്നല്ല, എപ്പോഴാണെങ്കിലും സ്ഥിതി ഇത് തന്നെയാണ്. അങ്ങനെ കാണാതായ സാധനങ്ങളെല്ലാം തപ്പിപ്പിടിച്ചത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അച്ഛനും വന്നിട്ടുണ്ട്. ഇനി എന്തായാലും അധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ചീത്ത പുറകെ വരും. അപ്പോൾ പിന്നെ മുടിയൊക്കെ അങ്ങ് പെട്ടെന്ന് കെട്ടി ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലം കണ്ട് കണ്ട് നിങ്ങൾ എല്ലാവരും മടുത്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അത് മനസ്സിലാവും. പക്ഷേ കാണിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല, അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഇതാ നീണ്ട ഒരു മാസത്തിന് ശേഷം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയേക്കാണ്. എങ്ങോട്ടേക്കാണ് പോണതെന്ന് എൻ്റെ വീഡിയോസ് മുന്നേ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. വേറെ എങ്ങോട്ടുമല്ല, ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ്. ഇപ്പോൾ ആകെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഹോസ്പിറ്റലിലേക്കാണല്ലോ. മാസാമാസം ഇങ്ങോട്ടേക്കെങ്കിലും വരാനുള്ളതാണ് ആകെയുള്ള ഒരു ആശ്വാസം. കാരണം അപ്പോഴാണ് പുറം ലോകമൊക്കെ ഒന്ന് കാണുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഇമ്പിച്ചിവാവ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെയുള്ള പുഴയുടെ വീഡിയോ കാണിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഈ വഴിയും എനിക്ക് വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു മനസ്സമാധാനക്കേടാണ്. അധികം അങ്ങനെ ഹോസ്പിറ്റലുകളിലൊന്നും കാണാത്തൊരു സംഭവമാണ് ആ റൈറ്റ് സൈഡിൽ കണ്ട അക്ഷരപുര. അത് ലൈബ്രറിയാണ്. എല്ലാവർക്കും വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഹോസ്പിറ്റലുകളിൽ അങ്ങനെ ഞാൻ പൊതുവേ ലൈബ്രറി സെറ്റ് ചെയ്തിരിക്കുന്നൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു വീഡിയോ നിർബന്ധമാണല്ലോ. അങ്ങനെ നമ്മളിതാ വന്ന് അപ്പോയിൻമെൻ്റ് ഒക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വെയിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. നേരെ ഡോക്ടറെ കണ്ടു, അവിടെ നിന്ന് ഇറങ്ങി. രാവിലെ 11:30 ആയിരുന്നു അപ്പോയിൻമെൻ്റ് എങ്കിലും നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ കണ്ടിറങ്ങാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ പിന്നെ ലഞ്ചിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ കഫറ്റേരിയയിൽ നിന്ന് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കടായും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു. കാരണം വീട്ടിലെത്തുമ്പോഴേക്കും എന്തായാലും ഇനി 2 മണിയൊക്കെ കഴിയും. അപ്പോൾ പിന്നെ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി നമ്മളിതാ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. അമ്പലത്തിലോട്ട് നടന്നു പോകാനുള്ള വഴി ആ നെൽപ്പാടങ്ങളുടെ നടുവിലൂടെയാണ്. നെല്ലൊക്കെ വിളഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ടല്ലേ. വീട്ടിലെത്തിയപ്പോഴേക്കും ക്ഷീണിച്ചതുകൊണ്ട് തന്നെ അമ്മ ദാ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉമ്മറത്ത് വന്നിരുന്നപ്പോൾ ദാ ഒരു ഓറഞ്ചും എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് വന്നതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നിട്ട് ഫുഡൊന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് നേരം എല്ലാവരും ഒന്ന് കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഞാനിതാ ചെടികൾക്കൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സെക്ഷൻ ഞാൻ ഇതുപോലെ എപ്പോഴും കയ്യിൽ മഗ്ഗിൽ വെള്ളം എടുത്തിട്ടാണ് നനയ്ക്കാറ്. കുത്തനെ ആ പൈപ്പ് പിടിച്ച് നനയ്ക്കുമ്പോൾ എന്തോ ആ വേരൊക്കെ ഇളകണ പോലെയും ചട്ടിയുടെ ടോപ്പ് സൈഡ് വരെ ഞാൻ എല്ലാറ്റിലും മണ്ണ് നിറച്ചിട്ടുണ്ട്. ചില ചെടികൾക്കൊന്നും അത്രയും മണ്ണിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇതൊക്കെ ആദ്യമൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ കുറേ ഫാൾട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ പൈപ്പിൽ നമ്മൾ വെള്ളം പിടിക്കുമ്പോൾ അതൊക്കെ ഇളകുന്ന പോലെയും ആ വേര് പൊങ്ങി വരുന്നത് പോലെയൊക്കെ തോന്നുന്നത് കൊണ്ട് മിക്ക ചെടികൾക്കും ഞാൻ ഇതുപോലെ കപ്പിലാണ് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കാറ്. ഇതൊക്കെ കഴിഞ്ഞ ദിവസം ഈ ഇടയായിട്ട് നട്ടു കൊടുത്തതാണ്. ബാക്കി ചെടികൾക്കൊക്കെ ഞാൻ ഇതുപോലെ പൈപ്പിൽ നിന്ന് നേരിട്ട് നനച്ചു കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് കരുതിയപ്പോഴാണ് ഇയാൾ ഇവിടെ പുറത്ത് നിൽക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ പിന്നെ ആളെ ഒന്ന് കൂട്ടിലാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന വഴി നോക്കിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. വേറെ ആരെവിടെ പോയാലും ആൾക്കൊരു കുഴപ്പമില്ല. പക്ഷെ അമ്മ ചെരുപ്പിട്ട് എങ്ങോട്ടേലും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് വരെ അവിടെ നിന്ന് അലറിപ്പൊളിക്കും. എന്തൊരു പാവമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ആളത്ര പാവമൊന്നും അല്ല കേട്ടോ. അപ്പോൾ ആളെ ഒന്ന് കൂട്ടിലാക്കിയിട്ട് പോവാമെന്ന് കരുതി. വേറെ എങ്ങോട്ടുമല്ല, ഈവനിങ് ആകുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുഴവക്ക് വരെ നടക്കാൻ ഇറങ്ങാറുണ്ട്. ഈ സന്ധ്യാസമയത്ത് വലിയ വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് നടക്കാനൊക്കെ നല്ല രസമാണ്. കുറച്ച് നേരം ഇതുപോലെ പുഴയുടെ സൈഡിലൊക്കെ വന്ന് നിൽക്കും. അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ ആരെങ്കിലും കൂട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ നല്ല അടിപൊളി പ്ലേസാണ്. ഇപ്പോൾ വെള്ളം കുറവാണ്. ഇപ്പോൾ കാലത്താണെന്ന് തോന്നുന്നു വേലിയേറ്റം വേലിയിറക്കം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഒട്ടും ഈ സൈഡിൽ വെള്ളവും ഇല്ല. ഇറങ്ങി നടക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. അങ്ങറ്റം വരെയൊക്കെ നമുക്ക് നടന്നിട്ട് വരാം. ആ കാണുന്ന വെള്ളമുള്ള സ്ഥലം അത്യാവശ്യം ആഴമുള്ളതാണ്. അതുവരെയൊക്കെ നമുക്ക് നടന്ന്
വരാം. ചില സമയത്ത് പിള്ളേരൊക്കെ ഫുട്ബോൾ കളിക്കാറൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പം അങ്ങനെ കാണാറില്ല. അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ പോയി നിൽക്കും. ആരും ഇല്ലെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് അവിടെ പോയി നിൽക്കുമ്പോഴും ഒരു റിലാക്സേഷൻ മോഡ് ഓൺ ആവാനുണ്ട്. അത് എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നല്ല രസമാണ് ഈവനിങ് ടൈം ആയതുകൊണ്ട്. രണ്ടുപേരും ഇതവിടെ വീട്ടിലൊന്നും പോവാതെ അവിടെ തന്നെ വന്ന് കിടപ്പുണ്ട്. എന്താണ് ഉദ്ദേശം എന്നറിയില്ല. അങ്ങനെ ഞാനിതാ നടത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. ആ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന മുളയിൽ നിറയെ ഇങ്ങനെ അരി പോലെ ആ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇലയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഇതാ അമ്മ ഇവിടെ നിൽപ്പുണ്ട്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. സന്ധ്യ ആവാനായിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ചു പോവാണ്. കഴിഞ്ഞ ദിവസം തേങ്ങ ഇട്ടത് കൊണ്ട് തന്നെ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതൊക്കെ എടുത്തു. ഇതാ ആ കാണുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ അന്ന് നട്ട ചേമ്പാണ്. അതിനകത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ഇതാ കിളിർപ്പൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇനി പയ്യെ എന്തെങ്കിലുമൊക്കെ ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറമ്പിൽ നട്ടതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ പയ്യെ ഒരു 10-15 ദിവസം ഗ്യാപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മേ ബി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. പോണ വഴിക്ക് ഞാൻ നമ്മുടെ മാങ്ങ വീഴുന്ന സ്ഥലത്തൊന്ന് പോയി നോക്കി. ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഞാനിവിടെ വന്ന് നോക്കും. ഒരെണ്ണെങ്കിലും എനിക്ക് കിട്ടാറുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനിവിടെ വന്നു നോക്കുന്നത്. ഇന്ന് ഞാൻ പുറത്തൊക്കെ പോയി വന്നതുകൊണ്ട് തന്നെ പോയി നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ വരുന്ന വഴിക്കൊന്ന് നോക്കി. പ്രതീക്ഷ തെറ്റിയില്ല. ഒരു മാങ്ങയെങ്കിൽ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പം ഉണ്ടായിരുന്നു. ഇതിനി ഉപ്പൊക്കെ കൂട്ടി കഴിക്കണം. നല്ല അടിപൊളിയായിരിക്കും. വരുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ്. നമ്മുടെ തന്നെ പറമ്പാണ്. ഈ സൂര്യാസ്തമയത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ സൺറൈസൊക്കെ താഴോട്ട് വന്ന് വീണത് കാണാനായിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ലൈറ്റൂടെ ഒന്ന് ഡിമ്മാക്കി നോക്കിയപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അങ്ങ് അറ്റത്ത് ഷീറ്റ് വിരിച്ചിട്ട് ആ കാണുന്നത് ഈ പശു, എരുമ അതിൻ്റെയൊക്കെ ഫാമാണ്. നമ്മുടെ അയൽവാസികളുടെയാണ്. നമ്മുടെ പറമ്പിൻ്റെ അങ്ങേ അറ്റത്ത് കാണുന്നത്. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ അതാ വിളക്ക് വെക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയാണ്. 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകുന്നേര സമയത്താണ് നമ്മൾ വെയിലൊക്കെ അറിയപ്പോഴാണ് നടക്കാൻ പോയത്. അങ്ങനെ ഇതാ അമ്മ ഇവിടെ വിളക്ക് വെച്ചിട്ടുണ്ട്. ഈ വിളക്കിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഒത്തിരി വർഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി വർഷം പഴക്കമുള്ളൊരു വിളക്കാണ്. അതിൻ്റെ ഒരു രൂപമൊക്കെ കണ്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. കളറൊക്കെ ഒരുവിധം മങ്ങി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ തേക്കാത്തത് കൊണ്ടൊന്നല്ല കേട്ടോ. ഇതിൻ്റെ കളർ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഒത്തിരി വർഷം പഴക്കമുള്ളത് കൊണ്ട് കുറഞ്ഞ് വരുവാണ്. കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഐശ്വര്യമുള്ള വിളക്കാണ്. എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് തീർന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ചിൽ ദെൻ ബൈ, ടാറ്റ.